നമസ്കാരം. തായ്വാനെ വളഞ്ഞ് ചൈന വൻതോതിലുള്ള സൈനിക അഭ്യാസത്തിന് തുടക്കമിട്ടതിന് പിന്നാലെ അമേരിക്കയ്ക്ക് കടുത്ത മുന്നറിയിപ്പ്. ദ്വീപിന്റെ പ്രധാന തുറമുഖങ്ങൾ ഉപരോധിക്കാനുള്ള പരിശീലനവും കരയിലും കടലിലുമുള്ള ലക്ഷ്യങ്ങൾക്കെതിരെ യഥാർത്ഥ വെടിവെപ്പും സൈനിക നീക്കങ്ങളും ഈ അഭ്യാസ പ്രകടനത്തിൽ ചൈന പരീക്ഷിക്കുന്നു. തായ്വാൻ വിഷയത്തിൽ പ്രകോപനങ്ങളുണ്ടായാൽ ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് അമേരിക്കയ്ക്കും പ്രസിഡന്റ് ട്രംപിനും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ജസ്റ്റിസ് മിഷൻ 2025 എന്ന് പേരിട്ടിരിക്കുന്ന ഈ അഭ്യാസം ചൊവ്വാഴ്ചയും തുടരും. തായ്വാൻ കടലിടുക്കിന്റെ വടക്കും തെക്കും പടിഞ്ഞാറ് ഭാഗങ്ങളിലായി സേനയെ വിന്യസിച്ചതായി ചൈനയുടെ ഈസ്റ്റേൺ തിയേറ്റർ കമാൻഡ് അറിയിച്ചു. ദ്വീപിനെ പൂർണ്ണമായി വളയുന്നതിനും പ്രധാന തുറമുഖങ്ങൾ ഉപരോധിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള പരിശീലനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. തായ്വാന്റെ തീരത്തു നിന്ന് 24 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയുള്ള മേഖലയിലേക്ക് ഡസൻ കണക്കിന് ചൈനീസ് യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും അടുക്കുന്നുണ്ടെന്ന് തായ്വാൻ സുരക്ഷാ ഉദ്യോഗസ്ഥൻ റോയിട്ടേഴ്സിനോട് വെളിപ്പെടുത്തി. തായ്വാനിലെ പ്രധാന തുറമുഖങ്ങളായ കിലൂങ്, കയൂസിയുങ് എന്നിവ മുദ്രവെക്കുക, ദ്വീപിനെ പൂർണ്ണമായും വളയുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. കരയിലെയും കടലിലെയും ലക്ഷ്യസ്ഥാനങ്ങളെ തകർക്കുന്ന രീതിയിലുള്ള മിസൈൽ ആക്രമണങ്ങളും വ്യോമാക്രമണങ്ങളും ചൈന പരീക്ഷിച്ചു. അമേരിക്ക തായ്വാന് $11.1 ബില്യൺ ആയുധങ്ങൾ നൽകാൻ തീരുമാനിച്ചതിന് തൊട്ടുപിന്നാലെയാണ് ചൈന ഈ നടപടി സ്വീകരിച്ചത്. തായ്വാൻ വിഷയത്തിൽ ഏത് പ്രകോപനത്തിനും ചൈനയുടെ ഭാഗത്തു നിന്ന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചു. സമീപകാലത്തെ US ആയുധ വിൽപ്പനയാണോ ഈ സൈനിക അഭ്യാസത്തിന് പിന്നിലെന്ന് ചോദിച്ചപ്പോൾ രാജ്യത്തിന്റെ പരമാധികാരം, സുരക്ഷ, ഭൗമപരമായ അഖണ്ഡത എന്നിവ സംരക്ഷിക്കുന്നതിൽ ചൈനയ്ക്ക് മാറ്റമില്ലാത്ത നിലപാടാണ് ഉള്ളതെന്ന് അധികൃതർ ഉറപ്പിച്ചു പറഞ്ഞു. പ്രസിഡന്റ് ഷീ ജിൻപിങ് നവംബറിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് തായ്വാന്റെ ചൈനയിലേക്കുള്ള മടങ്ങിവരവ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ബീജിംഗിന്റെ ആഗോള ക്രമത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിന്റെ കേന്ദ്രമാണെന്ന് വ്യക്തമാക്കിയിരുന്നു. അന്നത്തെ US ഹൗസ് സ്പീക്കർ നാൻസി പെലോസിയുടെ 2022 തായ്വാൻ സന്ദർശനത്തിന് ശേഷം ചൈന നടത്തുന്ന 6ാമത്തെ വലിയ സൈനിക അഭ്യാസമാണിത്. തായ്വാന് നേരെയുള്ള ചൈനീസ് ആക്രമണം ടോക്കിയോയുടെ സൈനിക ഇടപെടലിന് കാരണമായേക്കാമെന്ന ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകൈച്ചിയുടെ പ്രസ്താവനയ്ക്കും ചൈന മറുപടി നൽകി. വിദേശ ഇടപെടലുകൾ അനുവദിക്കില്ലെന്നാണ് ചൈനീസ് നിലപാട്. ചൈനയുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ലെന്ന ഉറച്ച നിലപാടിലാണ് തായ്വാൻ. ചൈനീസ് നീക്കങ്ങളെ തുടർന്ന് തായ്വാൻ തങ്ങളുടെ സേനയെ സജ്ജമാക്കുകയും അമേരിക്കൻ നിർമ്മിത സൈനിക ഉപകരണങ്ങൾ പ്രദർശിപ്പിച്ച് ഏത് ആക്രമണത്തെയും പ്രതിരോധിക്കാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തു. തങ്ങളുടെ പക്കലുള്ള അമേരിക്കൻ നിർമ്മിത ഹിമാർസ് റോക്കറ്റ് സംവിധാനങ്ങളടക്കമുള്ള അത്യാധുനിക ആയുധങ്ങൾ തായ്വാൻ പ്രദർശിപ്പിച്ചു. ചൈനയുടെ ഫുജിയാൻ പ്രവിശ്യ വരെ തകർക്കാൻ ശേഷിയുള്ളതാണിത്. തായ്വാൻ വ്യോമസേനയും നാവികസേനയും അതീവ ജാഗ്രതയിലാണ്. ചൈനീസ് കപ്പലുകൾ തായ്വാൻ തീരത്തിന് 24 നോട്ടിക്കൽ മൈൽ അടുത്തുവരെ എത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. വെറും ഒരു സൈനികാഭ്യാസം എന്നതിലുപരി എപ്പോൾ വേണമെങ്കിലും ഒരു യഥാർത്ഥ ആക്രമണത്തിലേക്ക് മാറാൻ പാകത്തിലുള്ള രീതിയിലാണ് ചൈനീസ് പടയൊരുക്കം. അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും മുന്നറിയിപ്പ് നൽകാൻ ചുരുങ്ങിയ സമയം മാത്രം നൽകുന്ന തന്ത്രമാണ് ബീജിംഗ് പയറ്റുന്നതെന്ന് വിദഗ്ധർ പറയുന്നു.